അസ്സാം വലൈക്കും. ഞാൻ ഡോക്ടർ റംസിയ സിദലവി. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് തന്നെയാണ്. അയൺ ഡെഫിഷ്യൻസി. എന്തുകൊണ്ടാണ് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്, എങ്ങനെയൊക്കെയാണ്, അതുപോലെ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സംസാരിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ അത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എന്തൊക്കെ ഫുഡ് നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തണം, അതുപോലെ ഏതൊക്കെ തരം അയൺ സപ്ലിമെന്റ്സ് ആണ് ഉള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ചുരുക്കം. എങ്ങനെയാണ് അയൺ ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് അയൺ റിച്ച് ഫുഡ് കഴിക്കുക. ഏറ്റവും കൂടുതൽ അയൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നോൺ വെജ് നോക്കുകയാണെങ്കിൽ ചിക്കന്, ബീഫ് അതിൻ്റെയൊക്കെ ലിവറിലാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് സാധാ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, മട്ടൺ, അതുപോലെ ഫിഷ് അതിൻ്റെയൊക്കെ മീറ്റിൽ ഓൾറെഡി അയൺ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ലിവറിലായിരിക്കും. പിന്നെ ഫിഷിൽ നോക്കുകയാണെങ്കിൽ സാർഡൈന്, അതായത് മത്തി, പിന്നെ ട്യൂണ, സാൽമൺ, ഇതിലൊക്കെ നന്നായിട്ട് അയൺ കണ്ടന്റ് ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ് നോക്കുകയാണെങ്കിൽ ഇലവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ കിഡ്നി ബീൻസ്, ചെറുപയർ അങ്ങനത്തെ, പിന്നെ ബീട്രൂട്ട്, ഡേറ്റ്സ്, ഈത്തപ്പഴം, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഇതിലെല്ലാം പംകിൻ സീഡ്, ഇതിലെല്ലാം അയൺ അത്യാവശ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ അയൺ റിച്ച് ഫുഡ് അല്ലെങ്കിൽ അയൺ സപ്ലിമെന്റ്സ് വൈറ്റമിൻ സിയുടെ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഈ വൈറ്റമിൻ സി ഒന്നുകിൽ സപ്ലിമെന്റ് ആയിട്ട് തന്നെ വൈറ്റമിൻ സിയുടെ കൂടെ കുടിക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, ലെമൺ ജ്യൂസ്, സ്ട്രോബെറി, അതുപോലെ ടൊമാറ്റോ, ഇതൊക്കെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ ഫുഡിൽ അടങ്ങിയിട്ടുള്ളതും അതുപോലെ സപ്ലിമെന്റ് ആയിട്ടുള്ള അയണൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഇനി നമുക്ക് അയൺ സപ്ലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അയൺ സപ്ലിമെന്റ്സ് മെയിൻ ആയിട്ട് വരുന്നത് ഫെറസ് ഫ്യൂമറേറ്റ്, ഫെറസ് സൾഫേറ്റ്, അയൺ ബിസ്ഗ്ലൈസിനേറ്റ്, ഫെറസ് ഗ്ലൂക്കോണേറ്റ്, പിന്നെ ഹീം അയൺ, കാർബണൈൽ അയൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് അയൺ സപ്ലിമെന്റ്സ് വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ കണ്ടുവരുന്നത്, നമ്മൾ ചീപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് ഫെറസ് സൾഫേറ്റ് അല്ലെങ്കിൽ ഫെറസ് ഫ്യൂമറേറ്റ് ആണ്. അതിൽ ഒരുപാട് അയണിന്റെ കണ്ടന്റ് കൂടുതലാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സൈഡ് എഫക്റ്റ് ഉള്ളത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ നോഷിയ, വോമിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വയറിനൊരു അപ്സെറ്റ് ഒക്കെ തോന്നും ഇത് കഴിക്കുമ്പോൾ. ചിലവർക്ക്, എല്ലാവർക്കും ഇല്ല. അപ്പൊ അങ്ങനത്തെ, പക്ഷെ അത് ഏറ്റവും ചീപ്പർ പ്രൈസിൽ കിട്ടുന്ന അതൊക്കെയാണ്. പക്ഷെ ചില അയൺസ്, അതായത് ഹീം അയൺ, അയൺ ബിസ്ഗ്ലൈസിനേറ്റ്, ലിപ്പോസോമൽ അയൺസ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, നോഷിയ അതൊന്നും ഉണ്ടാവില്ല. വെൽ അബ്സോർപ്ഷനും കൂടി ആയിരിക്കും. ഇതൊക്കെയാണ് അതിന്റെ ബ്രാൻഡ്സും ഞാൻ ഇവിടെ വീഡിയോയിൽ കൊടുത്തേക്കാം, ഏതൊക്കെയാണ് ലിപ്പോസോമൽ അയൺസ് അല്ലെങ്കിൽ ബിസ്ഗ്ലൈസിനേറ്റ് ഒക്കെ വരുന്നത് എന്നുള്ളത്. ഇത്രയൊക്കെയാണ് അയൺ സപ്ലിമെന്റ്സ്. ഇത് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ സി ആയിട്ട് കൂട്ടിച്ചേർത്ത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പക്ഷേ ഒരിക്കലും ചായയുടെ കൂടെ അല്ലെങ്കിൽ കോഫിയുടെ കൂടെ, പിന്നെ മിൽക്കിന്റെ കൂടെ ഒന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അയണിന്റെ അബ്സോർപ്ഷൻ വളരെ കുറക്കുന്നതാണ് മിൽക്കൊക്കെ. അപ്പോൾ കാൽഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ ഇതിന്റെ അയണിന്റെ കൂടെ എടുക്കാതിരിക്കുന്ന ബെറ്റർ.